വളരെ സിമ്പിളായിട്ട് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ആദ്യം ഫ്ലവർ കിട്ടുന്ന ചെടിയാണ് സീനിയ. ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊരു മനോഹരമാണല്ലേ. വാവ് എന്ന് പറയാൻ തോന്നില്ല. അതെ, നേച്ചറിനെയും ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന, കളർഫുൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും വാവ് എന്ന് പറയും. ഇതിലേറെ വാവ് എന്ന് പറഞ്ഞ ഒരു സീനിയ ഉണ്ടായിരുന്നു. സീനിയ പ്രൊഫ്യൂഷൻ എന്ന് പറഞ്ഞ വെറൈറ്റി, അതായത് നമ്മുടെ ഡോർഫ് വെറൈറ്റി ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ മില്യൺ കണക്കിന് ആളുകൾ കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അത് വളർത്താൻ കുറച്ച് സെൻസിറ്റീവാണ്. അത് വളർത്തി എന്ന് വിചാരിച്ച് സെൻസിറ്റീവ് ആണെന്ന് വിചാരിച്ച് ആരും വളർത്തിയിട്ടില്ല എന്നല്ല. നമ്മുടെ വീഡിയോ കണ്ട് സീഡ് വാങ്ങിച്ചിട്ട് ഒരുപാട് ആളുകൾ വളർത്തിയും അതിൻ്റെ വീഡിയോ നമുക്ക് അയച്ചു തരികയും അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു തരികയും നമ്മുടെ ചാനലിലൊക്കെ കമൻറ്റിലൂടെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും അത്രയൊന്നും റിസ്ക് എടുക്കാതെ വളർത്താൻ പറ്റും നമ്മുടെ സാധാരണ സീനിയ. എന്നാൽ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും വാവ് എന്ന് പറയാൻ പറ്റും, നമുക്ക് റഫായിട്ട് വളർത്താൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ വളർത്താം റഫായിട്ട്, അല്ലെങ്കിൽ ഏതായിട്ട് വളർത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആരോടെന്നല്ലേ നജീബ് സാറേ, ഗുഡ് മോർണിംഗ് വീണ്ടും. അപ്പോൾ നമ്മളിതിൽ നിന്ന് മാറുന്നില്ലെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരമായി എന്നുള്ള കമൻറ്റുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആധികാരികമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇതിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ നോർമൽ സീനിയ ശരിക്കും ഒരു സാധാരണക്കാരൻ നട്ടുണ്ടാക്കാൻ കഴിയില്ല. ഏറ്റവും തുടക്കക്കാർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോപ്പാണ് സാധാരണ സീനിയ. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിളായിട്ട് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ആദ്യം ഫ്ലവർ കിട്ടുന്ന ചെടിയാണ് സീനിയ. ഒരു വിത്ത് കിട്ടുകയാണെങ്കിൽ അയാൾ ആദ്യം എങ്ങനെ ചെയ്യണമെന്നും അതുപോലെ ഇത് എങ്ങനെ ഇത്രയും കളർഫുൾ ആയിട്ട് കിട്ടും എന്നുള്ളതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സീനിയ എന്ന് പറയുന്നത് ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു പിങ്ക് കളറിന്ന് നമുക്കൊരു സീഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിർബന്ധമായിട്ട് പിങ്ക് ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ വൈറ്റ് ആവാം, യെല്ലോ ആവാം, പലതാവാം. അതെ. അപ്പം നമുക്ക് ഈ ഒരു മാസ് എഫക്റ്റ് കിട്ടണമെങ്കിൽ എവിടുന്ന് സീനിയ കിട്ടിയാലും അതിന്റെ സീഡ്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ നല്ല ബെഡ് ഒരുക്കിയിട്ട് ഏരി കോരുന്ന പോലെ, അല്ലെങ്കിൽ ഇഞ്ചിക്ക് കള്ളി കോരുന്ന പോലെ ഒരു ബെഡ് ഉണ്ട്. ഇച്ചിരി കൂടെ വീതി കൂടി കഴിഞ്ഞാൽ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് കിട്ടും. പറിച്ച് നടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് സീനിയ മാസായിട്ട് അതായത് പാടത്ത് വിത്തിരുന്ന പോലെ. അതെ, അതുപോലെ ചെയ്താല് വളരെ ഒരു 45 ദിവസത്തിൽ ഇതുപോലെ ഫ്ലവേഴ്സ്. ഫെർട്ടിലൈസറും അതേപോലെ ഫംഗിസൈഡിനും ഒക്കെ നമ്മൾ ബെഡ് ഒരുക്കുന്ന സമയത്ത്, ഏരി കോരുന്ന സമയത്ത് ഇച്ചിരി ചാണകപ്പൊടി മാത്രം കൊടുത്താൽ വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഈ സീനിയ ഡിമാൻഡിങ് അല്ല. മാത്രമല്ല അത് കുറച്ച് പോട്ടാണ് കൂടുതലും. അതിന് പിന്നെ പിഞ്ചിങ് വേണം. നമ്മൾ ആ ഒരു വലിപ്പത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരുപാട് തവണ തല നുള്ളി. അത് ഒന്നാമത്തെ ഇങ്ങനെ ഫ്ലവർ ആയി കാണുമ്പോൾ ഒരിക്കലും ഒരു ചെടി സ്നേഹിക്കാൻ നുള്ളാനുള്ള അല്ലാത്തതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അതൊന്നും വേണ്ട, ഒന്നും വേണ്ട, കളർഫുൾ ആണ് സംഭവം. ആർക്കെങ്കിലും എവിടെന്നെങ്കിലും ഒരു ബെഞ്ചൊക്കെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 10 സീഡ് വാങ്ങിച്ച് നട്ടാലും ഇഷ്ടംപോലെ കളർഫുൾ ആയിരിക്കും അല്ലേ. തീർച്ചയായും. ഇത്രയും കാര്യങ്ങളൊക്കെ ആധികാരികമായിട്ട് നമ്മുടെ ഗ്രീൻ ഹെവൻ ഫാമിലിയിലേക്ക് എത്തിക്കുന്നതിന്റെ റീസൺ പൂപ്പൊലി എന്നല്ല, പൂപ്പൊലി നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാം ഓരോരുത്തർക്കും അവരവന് കഴിയുന്ന പോലെ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാം, ചെടികളെയും പൂക്കളെ കാണുമ്പോൾ വാങ്ങിക്കൊണ്ടിട്ട് എവിടെ ഇട്ട് ഉണക്കി കളയാതിരിക്കുക അല്ലേ. അവർക്ക് പറ്റുന്നുണ്ട്, സൂക്ഷിക്കാൻ കഴിയുന്നുള്ളവർ മാത്രം വാങ്ങുക, സഹകരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.